എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് അപ്പത്തിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റും സോഡാപ്പൊടിയും ഒക്കെ വയറിന് പ്രോബ്ലം ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കും ഇത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സോഫ്റ്റ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി അല്ലെങ്കിൽ ഇഡ്ലിയുടെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള അരി നോക്കിയെടുക്കുക. നമ്മൾ ഇതിൽ സോഡാപ്പൊടി ഈസ്റ്റൊന്നും ചേർക്കാത്ത കാരണം നല്ല ക്വാളിറ്റിയുള്ള അരി എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അപ്പം തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇഡ്ഡലി അരി വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. കടകളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഡ്ഡലി അരി കിട്ടും, അല്ലെങ്കിൽ നല്ല ഇനം പച്ചരി എടുത്താലും മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ തോർത്തി ഒരു കപ്പിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതെടുക്കുമ്പോൾ ഇളം തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഇത് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയുടെ വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 400 ml തേങ്ങാ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയോ കരിക്കിൻ്റെ വെള്ളമോ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഇത് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 150 ml വെള്ളമാണ്. അപ്പം വെള്ളം കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പി കാച്ചി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി റവ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ആ മാവെടുത്ത് കുറുക്കിയിട്ട് ചേർത്താലും മതിയാകും. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ അപ്പം ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പി കാച്ചി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളിലെല്ലാം പകുതി വീതം ഇട്ട് കൊടുക്കാം. കാരണം 2 തവണകളായിട്ട് മാത്രമേ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് കൂടിപ്പോവും അല്ലെങ്കിൽ. ഇനി ഇതിലേക്ക് പകുതി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിക്ക് പോലത്തെ തേങ്ങയാണ് അപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ കപ്പി കാച്ചിയതും നമ്മൾ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മട്ടയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ള കളറിലുള്ള ചോറ് എടുക്കുകയാണെങ്കിൽ അപ്പം നല്ല വെള്ള കളറിൽ ഇരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ തേങ്ങാവെള്ളം ഒന്ന് അളന്ന് കാണിക്കുകയാണ്. അപ്പോൾ തേങ്ങാവെള്ളം എത്ര ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ചേർത്ത് അരയ്ക്കാം. ഇനി കുറച്ച് തേങ്ങാവെള്ളം മാത്രം നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊരുപാട് കട്ടിയിലല്ല അരയ്ക്കേണ്ടത്. ഇപ്പോൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇനി അരയ്ക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ കൂടി അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള അരിയും തേങ്ങയും അതുപോലെ തന്നെ കപ്പി കാച്ചിയത് 1 ടേബിൾ സ്പൂൺ ചോറ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബസ്മതി അരിയുടെ ചോറോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല വൈറ്റ് കളറിൽ നമ്മളപ്പം ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റായിട്ടൊരു റെഡിഷ് കളറിലാണ് ഈ അപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് നമ്മൾ ഇതിന് മുൻപ് അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കി വരുമല്ലോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ആ ഒരു പാത്രം കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഉള്ളതാണിത്. അപ്പോൾ ഇത് പുളിമാവെന്ന് പറയും. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവാണ്. അപ്പോൾ ഇതിലും ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാവ് നല്ല പുളിയുള്ള മാവാണ്.
അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അവസാനം ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാവാണ് നമ്മുടെ മാവിനെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിക്കുന്നത്. അപ്പോൾ അതുകൂടി എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. കാരണം ദോശമാവൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ചിലർ ബേക്കിംഗ് സോഡയ്ക്കും ഈസ്റ്റിനും പകരം ഉഴുന്ന് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയും അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ പുളിമാവ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുമ്പോൾ കുറച്ച് ചൂടായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടാകും, അത് പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി എന്നിട്ടും ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവൻ കുറച്ച് നേരം ഒന്ന് ചെറിയ ടെമ്പറേച്ചറിലൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇത് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിതൊരു 10 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർനൈറ്റ് വെക്കുക, അതായത് വൈകിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫെർമെൻ്റായി നിങ്ങൾക്ക് കാണാം, മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നമുക്കിനി അപ്പമാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നല്ലതായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, എന്നാൽ കൂടി തന്നെ നന്നായിട്ട് കുമിളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് ഒരുപാട് അങ്ങ് ഇളക്കി അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കുറയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അപ്പം ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലോ നിങ്ങൾക്ക് പാലപ്പമായിട്ടോ എങ്ങനെ വേണേലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു തവിയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാടങ്ങ് പരത്തരുത്, അപ്പോൾ ദോശ പോലെ ആണ് ഇതുള്ളത്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം നിങ്ങൾക്ക് തിരിച്ചിടാതെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ മറിച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നന്നായിട്ട് കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഒരു 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പത്തിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് സമയം എടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുമിളകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം. അപ്പോൾ ഈ രീതി കൂടാതെ മറ്റൊരു രീതി കൂടിയുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി അഥവാ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത അപ്പത്തിൻ്റെ റെസിപ്പികളും എല്ലാവരും കണ്ടു നോക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്